ഉണ്ണിക്ക് കല്യാണം. ഉണ്ണിക്ക് കല്യാണം. 1. സാരി ആർക്കൊക്കെ എടുക്കണം? 1. പത്തിയൂരിന്ന് തുടങ്ങാം. രംഗു. അപ്പച്ചി. അയ്യോ, അപ്പച്ചിയുടെ ആകുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ശാന്തയമ്മ, ശാന്ത, രാജി. അയ്യോ, അപ്പോൾ ഷീജയൊക്കെ ഉണ്ടല്ലോ ഇല്ലയോ? ഷീജ. അപ്പോൾ കിന്നാരി, മീനാക്ഷി, സന്ധ്യ. പിന്നെ ആരാ? ബിന്ദു, ഉഷ. അയ്യോ, കല്യാണത്തിന് സാരി എടുക്കാൻ തന്നെ ദൈവമേ ലോൺ എടുക്കണമല്ലോ. അയ്യോ എൻ്റെ ദൈവമേ, കല്യാണം എന്ന് പറഞ്ഞപ്പോൾ ഇത്ര വേഗം എത്തുമെന്ന് അറിഞ്ഞില്ല. എത്ര രൂപ ഇപ്പം കല്യാണത്തിന് പൊട്ടുന്നേ? കല്യാണം കഴിക്കണമെങ്കിൽ ലോൺ എടുക്കേണ്ട അവസ്ഥയാണല്ലോ. 5 പവൻ്റെ മാല വേണമെന്ന് അമ്മ പറയുന്നത്. താലിമാല 5 പവനൊക്കെ ഭയങ്കര പാടല്ലേ കഴുത്തേലൊക്കെ കിടക്കുമ്പോൾ. 5 പവൻ എത്ര പണം വേണം? സ്വർണ്ണം, എൻ്റെ ദൈവമേ. വെള്ളിക്കല്യാണം വല്ലതും നോക്കിയാലും വെള്ളിക്കും വില കൂടുതലാണ്. അവിടെ നിന്ന് ലിസ്റ്റ് എഴുതുന്നുണ്ട് കുടുംബക്കാർക്ക് മൊത്തം സാരി. എനിക്കിതുവരെ ഒരാൾ നിക്കർ പോലും മേടിച്ചു തന്നിട്ടില്ല കല്യാണത്തിന്. ഞാൻ സാരി മേടിച്ചു കൊടുക്കാം എല്ലാവർക്കും. എന്തോ എഴുതുക? കല്യാണത്തിന്റെ ലിസ്റ്റ് എടുക്കുക ഡ്രസ്സിന്റെ. ഇപ്പം തന്നെ ഇത്രയായി. ഉണ്ണിക്ക് കല്യാണം. രംഗു, അപ്പച്ചി, ഷീജ, കിന്നാരി, മീനാക്ഷി. ഇനിയുണ്ട്. എന്തോ അമ്മ, ഒരു തുണിക്കട ഞാൻ ഒരു മാസത്തേക്ക് വാടകയ്ക്ക് എടുത്തങ്ങ് തരാം എല്ലാവർക്കും കൂടെ തുണി. എടാ, അവരൊക്കെ കല്യാണമായപ്പോ ഞാൻ മേടിച്ചത്, എനിക്ക് തന്നതാ. അമ്മയോട് ആര് പറഞ്ഞു അവരുടെ കല്യാണത്തിൽ പോയി ഇങ്ങനെ മേടിക്കാൻ? ഞാൻ മേടിച്ചില്ല, ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് തന്നതാ. വീട്ടിൽ കൊണ്ട് നമ്മൾ തരണ്ടെന്ന് പറയണമായിരുന്നു. എനിക്കിതുവരെ ആരും നിക്കർ പോലും തന്നിട്ടില്ല. അപ്പൊ എന്റെ കല്യാണത്തിന് ഞാൻ സാരി കൊടുക്കത്തില്ല. ഇതുവരെ നീ അമ്മയ്ക്ക് കൊടുക്കാൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അമ്മ ഒരു അടുത്ത കല്യാണം കഴിച്ചിട്ട് സാരി മേടിച്ചോളെ എല്ലാവർക്കും. മാലയൊക്കെ തന്നെ ഉണ്ടാക്കിക്കോണം. എന്തോ ഇത്, ഒരു കുടുംബത്തിലെ എല്ലാവർക്കും സാരി മേടിക്കാൻ തന്നെ ഒരു ലോൺ എടുക്കണമല്ലോ. ഞങ്ങൾ എടുത്തു കൊടുത്തോളാം, നീ എടുത്തു കൊടുക്കണ്ട. തീർന്നേ. താലിമാലയൊക്കെ തന്നെ എടുത്തോണം. ഞാൻ കല്യാണം കഴിക്കുന്നില്ല. പിന്നെ ഇങ്ങനെ കെട്ടിയിട്ട് എന്തോ എടുക്കാനാ? കയ്യിലെ ഭാഷ കൊടുത്ത് കെട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവരും. അപ്പൊ ഇപ്പടെ രാജകുമാരിയായിട്ട് എപ്പോഴും അങ്ങ് ഇരിക്കാമല്ലോ. ആരെങ്കിലും വന്ന് കയറിയ സ്വന്തം പൊസിഷൻ പോയാല്. അയ്യോ, അപ്പൊ അത് കണ്ടോണ്ട് ഞാൻ ഇരുന്നാ മതിയല്ലോ. ഇപ്പൊ ഇങ്ങോട്ട് തരും. കഴിക്കണ്ട. ഈ ലോകത്തെ എല്ലാ ആൾക്കാരും ഇങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. ഒന്നുമില്ലാത്തവര് വരെ അർഹതപ്പെട്ടവർക്കൊക്കെ തുണിയൊക്കെ എടുത്തു കൊടുക്കും. അർഹതപ്പെട്ട ഇവർക്കാർക്കും തുണി എടുക്കാനൊന്നും പറ്റാത്തല്ലോ. അമ്മയോട് ആര് പറയും ഇവർക്കൊക്കെ സാരി, ഇവരുടെ കല്യാണം സാരി മേടിക്കാന്? അതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും സാരി അല്ല. എനിക്കൊരു നിക്കറെങ്കിലും മേടിച്ചു നേരം ഞാനൊരു സാരി കൊണ്ട് ഒരു ഷോളെങ്കിലും മേടിച്ചു. അവര് മേടിച്ചു തരും. നിക്കർ ഇപ്പം വേണോ? അവര് മേടിച്ചു തരും. പറഞ്ഞാൽ മതി, ഒരു നിക്കർ മേടിച്ചു തരും. അത്രയല്ല ഉള്ളു. കുടുംബത്തിലെ 200 പേർക്ക് സാരി. ഇനി വേറെ വല്ല ചടങ്ങുണ്ടോ? ഉണ്ട്. എന്തുവാ? വന്നേക്കുവാ. ഇവൻ ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നത്. വേറെ ആരും ഇല്ല ഈ ലോകത്ത് കല്യാണം കഴിച്ചവര്. അങ്ങനെയൊക്കെ എടുത്തു കൊടുക്കണം. അവൻ്റെ കല്യാണത്തിൽ തുണി എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ വരുന്നു ചാടിക്കൊണ്ട്. എൻ്റെ കല്യാണത്തിന് ഒരു ഇതുമില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എത്ര പേർക്ക് എടുത്തു കൊടുത്ത്. ചിറ്റപ്പന്, കൊച്ചച്ഛന്, അമ്മാവന്, അമ്മാവിക്ക്, അമ്മാവിയുടെ മക്കൾക്ക് എത്ര പേർക്ക് അന്ന് കൊടുത്ത്. അന്ന് പൈസ പോലും ഇല്ല. എന്താ അല്ല, ഈ നാട്ടെ പാവപ്പെട്ടവർക്ക് അരിയെ കൊടുക്കുന്നില്ലേ നന്മ കൂട്ടത്തെ, മറ്റേ BPL കാർഡ്. അതുപോലെ കല്യാണത്തിന് ഇങ്ങനെ കാണിക്കുന്നവർക്ക് വല്ല നന്മ സോഴ്സ് വല്ലതും ഉണ്ടോ? ഉണ്ട്. ആ നന്മ വല്ല തുണിക്ക് വല്ല സെക്കൻഡ് ഹാൻഡ് തുണി റെന്റിന് കിട്ടുന്നടാ. അല്ല, എല്ലാവർക്കും തുണി എടുത്തിട്ട് റെന്റിന് വിളിച്ചിട്ട് കൊണ്ട് കൊടുക്കാം വീട്ടില്. അന്നത്തെ സമയത്ത് എന്റെ കല്യാണത്തിന് അന്ന് എത്ര പേർക്ക് തുണി എടുത്തു കൊടുത്തെന്നറിയാവോ? 93 സാരി. ഇന്നത്തെ അവസ്ഥയൊന്നുമല്ല. അന്നത്തെ പവൻ എത്ര രൂപയുണ്ട്? പവന് 2500 പവൻ എത്രയായി? 1 ലക്ഷത്തിന് മേളിലായി ഒരു പവന്. ആരണ്ട് പറഞ്ഞോ മേടിക്കരുത്, അതാ വേണ്ടത്. ഒരു പവനല്ല ഒരു ചരട് മേടിച്ച് താലി കെട്ടണം. ഇടിമിന്നലിന്റെ റോക്കറ്റ് ഒക്കെ ഇട്ടോണ്ട് നടക്കുക. ഇത് സ്വർണ്ണമൊന്നും അല്ലല്ലോ, അതൊന്നും കുഴപ്പമില്ല. നിനക്ക് വേണ കെട്ട്. തുണി എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തുണി എടുക്കുന്ന എല്ലാവർക്കും തുണി എടുക്കുന്ന കാര്യം പറയുമ്പോൾ മാത്രമേ ഉള്ളൂ പൈസ ഇല്ലാത്തത്. പാർട്ടി നടത്തുന്നതിന് പൈസ ഉണ്ട്, ഗാനമേള നടത്തുന്നതിന് പൈസ ഉണ്ട്. ബേബ്കോയായിട്ട് കൊളാബ് കിട്ടുന്നുണ്ട്. അത് വേണം. അപ്പൊ ഇതിനും കൊളാബ് കിട്ടണം. ബേബ്കോയായിട്ട് കൊളാബ് ഉണ്ട്. ഞങ്ങൾക്ക് ഡ്രസ്സിനും കൊളാബ് ഉണ്ട്. ഞങ്ങളുടെ കൂട്ടുകാർ ബേബ്കോന്ന് കൊളാബ് ഇട്ട സാധനം കഴിച്ചിട്ട് ആരെയും കുറ്റം പറയാനങ്ങ് പൊക്കോളും. പക്ഷെ സാരി എടുത്തോട്ട് സാരിയും കുറ്റം പറയാൻ, തിന്നിട്ടും കുറ്റം പറയുന്നവരെ എന്തോ ചെയ്യണം? ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും വേണ്ട. നമുക്ക് ഇഷ്ടമുള്ളൊരു 10 പേരെ വിളിക്കുക, അവരുടെ വീട്ടിൽ നിന്ന് ഇഷ്ടമുള്ളൊരു 10 പേരെ വിളിക്കുക, എവിടെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് സമാധാനമായിട്ട് കല്യാണം കഴിക്കുക, തിരിച്ച് വീട്ടിൽ വരിക. ഇതൊന്നും വേണ്ട. നിങ്ങൾ രണ്ടുകൂടെ പോയി എവിടെങ്കിലും വെച്ച് പാല ഇട്ടോണ്ട് വന്നാലും അതായാലും മതി. എനിക്ക് വീട്ടിൽ സമ്മതമല്ലേ എന്തോ വേറെ പെണ്ണിനെ നോക്കും. അങ്ങനെ സമ്മതമുള്ള പെണ്ണിനെ കിട്ടുന്നുള്ള. അങ്ങനെയാണെങ്കിൽ നീ കുറെ പുളിക്കും.
ഈ ചെലവ് ചുരുക്കാൻ ആഗ്രഹമുള്ള വീട്ടുകാർ കാണും, കാശൊക്കെ കുറവുള്ള അങ്ങനെയുള്ളവര് കിട്ടും. അത് ശരിയായിരിക്കും. അർക്കികള് അല്ല അർക്കി കാശ് പിന്നെ നിങ്ങളുടെ കാശെന്ന് പറഞ്ഞാൽ അവരുടെ കാശില്ലാത്തവരാണ്. അവർക്ക് എങ്ങനെങ്കിലും ആ മോടെ കല്യാണം നടത്തിയാൽ മതി എന്നുള്ളവരായിരിക്കും. ഞാൻ പറയാം, 1 ഗ്രാമിന്റെ ഒരു താലി ഞാൻ മേടിച്ചു തരാം, ഒരു മഞ്ഞച്ചരടും 5 രൂപയ്ക്ക് മേടിച്ചു. പക്ഷെ വൈകിട്ട് കാപ്പി നടത്തണം. അതെന്റെ കാര്യം, ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. അയ്യാ നോക്കിയിരിക്കുവാ. ഓ പാപ്പി നടത്തണത് പോയപ്പോ ഒരു സന്തോഷം. കാപ്പി നോക്കാനോടെ ഇരിക്കുന്നത്. ആ പൈസ കിട്ടിയിട്ട് വേണം മാൽദീവ്സ്. ആര് എവിടാ? മാൽദീവ്സ്. വേറെ എങ്ങും പോകണ്ടായോ? അവിടെ ശാങ്കുപ്പാറ ബോട്ട് എല്ലാം ഉണ്ട്, എന്തോന്നുണ്ട്, വള്ളമുണ്ട്, തുഴഞ്ഞോണ്ട് പോവും. ലാലുവിന്റെ 2 രൂപ അതേലും അങ്ങ് പോയാൽ മതി. അച്ചൻകോവിലാറും പമ്പയാറും ഉണ്ട്, അടിപൊളി സെറ്റപ്പാ. മാലദ്വീപ്സിൽ പോകാനിരിക്കുന്നു, പിരിഞ്ഞു കിട്ടിയ പൈസ ഉണ്ട്. അപ്പൊ ഈ കല്യാണത്തെ താലി കെട്ടുമ്പോ എനിക്ക് കിട്ടുന്ന മോതിരങ്ങളും ചെയിനും ഒക്കെ അതൊക്കെ എനിക്കുള്ളതല്ലേ? എനിക്ക് വിൽക്കാമല്ലോ അതൊക്കെ. ഞാൻ കൊടുത്തിട്ടുണ്ട്, ചെയിനും മോതിരം ഒക്കെ. അപ്പൊ അതല്ലേ എനിക്ക് തിരിച്ചു തരേണ്ടത്. എന്റെ കയ്യിലുണ്ടാന്ന് പറ, അമ്മയുടെ കയ്യിലോട്ടും കിട്ടാൻ പറ. ഞാൻ താലി ഇട്ടും അമ്മയുടെ കൈ കൊണ്ട് ഇങ്ങനെ വെക്ക്. അപ്പൊ തരണ്ടല്ലോ, അവർ ഈ കൈ ഇട്ടിട്ട് അങ്ങ് വെക്കോളൂ. തലേന്ന് കൊണ്ടുവരുമ്പോ ഞാൻ മേടിച്ചോളാം. പന്തലി ഇടത്തില്ല. പന്തലി ഇടുന്ന അപ്പൊ പന്തലി കൈ ഇങ്ങനെ കൊണ്ട് വെച്ചോണം, ഈ കയ്യിലോട്ട് ഇട്ടോളൂ. ഞാൻ ഇങ്ങനെ വെച്ചോളാം. ഞാൻ താലി ഇട്ടുന്നതിന് എന്റെ കഷത്തിന് അടിയിലായിട്ട് കൈ ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് പറഞ്ഞാൽ മതി ഈ ഞാൻ കൊടുത്ത എല്ലാവരും എന്റെ ഈ കയ്യിലോട്ട് ഇട്ടോണോന്ന്. അപ്പൊ പിന്നെ എന്റെ കൈ വന്ന് വീണാതെ എന്റേതാ, തിരിച്ചു കൊടുക്കത്തില്ല ഞാൻ, ഉറപ്പ്. എന്റെ കൈ വീണല്ല തിരിച്ചു കിട്ടാൻ വേണ്ടി ആരും എന്റെ കയ്യിൽ ഇട്ട് തരണ്ട. തിരിച്ചു കൊടുക്കും. ഇതെന്തോ ഞാൻ ബാങ്കോ? 1 പവൻ തന്നാ 1.5, ഞാൻ എന്തോ ബാങ്കോ? എന്റെ കല്യാണത്തിന് 1 പവൻ തന്നാൽ ഞാൻ 1.5 പവൻ തിരിച്ചു കൊടുക്കാനാ? അങ്ങനെയുള്ളവർ എനിക്ക് തരണ്ട. എനിക്ക് തരുന്നവര് എനിക്ക് മാത്രമായിട്ട് തരണം. അത് തിരിച്ചു എന്റെ കൈയും കൊണ്ട് വരും അങ്ങോട്ട്, അവര് ഇതിലോട്ടൊക്കെ ഇടും. ഞാൻ അവിടെ ചന്ദനത്തിരിയാണ് അവിടെ കുത്തും. ഞാൻ നീ കല്യാണം കഴിക്കുമ്പോഴാ കുത്താൻ നടക്കുന്നത്. അതൊക്കെ കുത്തും. ഞാൻ നന്ദുവിനെ ഏർപ്പാടാക്കും. അവിടെ ഏത് കൈ, നിങ്ങളുടെ കൈ വന്നാ നിങ്ങളുടെ നാത്തുമാരുടെ കൈയും വരും ഇടയ്ക്ക്. നാത്തുമാരോ ഇങ്ങനെ വരും. അധികം വന്ന വല്ലതും കേറിയാലേ കയ്യിൽ. രംഗവും രാധാമണിയായിരിക്കും, ഉറപ്പാ. അവർ 2 പേരുടെ വരുമെന്ന് വന്ന് നിന്റെയൊക്കെ എടുക്കാൻ ആര് വരുന്നു? കൈ വരും. കിട്ടുന്ന മോതിരം ചെയിനും ഒക്കെ ഇങ്ങനെ വന്നോണം. നേരത്തെ ഞാൻ പറഞ്ഞേക്കാം, മാലയോ വല്ലതൊക്കെ കിട്ടുവാണെങ്കിൽ. ഒരു കാര്യം പറയട്ടെ, കെട്ടുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ കയ്യിൽ ബോർഡ് ഇങ്ങനെ പിടിക്കാം, ഒരു പ്ലക്കാർഡ്. എനിക്ക് തരാനുള്ള മാല, ചെയിന്, മോതിരം, ഇനി കൈ ചെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ കൈ അവിടെ ഫ്രീയാ, അതിൽ കൊണ്ടിട്ടു. അമ്മയ്ക്ക് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം അതിൽ കൊണ്ടിട്ടു. സ്നേഹം കൊണ്ട് തരുന്നവരെ എൻ്റെ കയ്യിലിട്ടോ. ഞാനും ഒരു ബോർഡും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കും. ഗൂഗിൾ പേ അതിന്റെ സ്കാനർ എടുത്ത് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. പൈസ എല്ലാം എന്റെ അക്കൗണ്ടിലോട്ട് വീഴാൻ വേണ്ടിട്ട് ഞാനും ഫ്രണ്ടിൽ നിന്നോളാം. തീർന്നേ. സ്കാനർ വെക്കത്തില്ലേ, കയ്യിൽ ഒരു ചെറിയ കല്യാണക്കുറിയും കൂടെ വെച്ചു. കല്യാണക്കുറിയുടെ പുറയിലും അമ്മ എഴുതി കൊടുക്കണം, ഈ ഞാൻ കൊടുത്ത വീടുകളിലെ സാധനങ്ങളെല്ലാം തിരിച്ച് എനിക്ക് തരേണ്ടതാണ്. ഞാൻ അത് ബുക്കിൽ എഴുതി ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ മോതിരം കൊടുത്ത ഇപ്പൊ 1 പവൻ അമ്മ കൊടുത്തതിനകത്തുനിന്ന് അമ്മ ഇപ്പൊ എത്രയാണ് തിരിച്ച് പ്രതീക്ഷിക്കുന്നത്? അതോ 1 പവനെങ്കിൽ 1 പവൻ തന്നാ മതി, കൂടുതലൊന്നും തരണ്ട. അപ്പൊ തന്നില്ലെങ്കിലോ വീട്ടിൽ പോയി ചോദിക്കും. അതൊക്കെ വേറെ. അപ്പൊ ഞാനത് കാപ്പി നടത്തുന്നില്ല. ഞാനങ്ങ് ഇപ്പൊ നാളെ ഞാൻ ഒളിച്ചോടിക്കൊണ്ട് വരും അവളെ. അപ്പൊ അമ്മ എന്തോ ചെയ്യും? റിസപ്ഷൻ വെക്കും. റിസപ്ഷൻ ഞാൻ സമ്മതിക്കുന്നില്ല. നീ സമ്മതിക്കണ്ട, ഞാൻ ഇവിടെ കാപ്പി വെക്കും, പന്തല് കിട്ടും, അതൊക്കെ വെക്കും. കൊടുത്ത പൈസ ചെറുക്കനും പെണ്ണ് വിടാൻ ചോദിച്ചാലോ? ചെറുക്കനും പെണ്ണും ഹണിമൂണിന് പോയെന്ന് പറയും. പൈസ ഞാൻ കൊടുത്തതെല്ലാം എഴുതിയിട്ടിട്ടുണ്ട്, തന്നില്ല ഞാൻ ആ വീട്ടിൽ പോയി ചോദിക്കും. നീ എന്തോ വിചാരിച്ചേ? എനിക്കറിയാം മേടിക്കാനൊക്കെ. നീ ഇരിക്കുവാന്നോ? സത്യം പറ, ഈ എന്റെ കല്യാണം നടത്തുന്നത് തന്നെ കാപ്പി കിട്ടുന്ന പൈസക്ക് അമ്മയ്ക്ക് 2 പവന്റെ മാല മേടിക്കാനും വള മേടിക്കാനും ഇല്ലയോ? നിന്റെ പൈസ കിട്ടിട്ടോ? ചിലപ്പോ അത് ഞങ്ങളുടെ ഇഷ്ടമാ. ഞാൻ കൊടുത്ത പൈസ ഇല്ലയോ ഞാൻ മേടിക്കുന്നത്? ഡ്രസ് എടുത്തോണം. ഞാൻ എന്റെ കല്യാണം ലഘുവായിട്ട് നടത്തുന്നുണ്ട്. വല്ല റെന്റിന് വല്ലതും കിട്ടുമെന്ന് നോക്കാം. എന്തോ ചെയ്യും. പോട്ടെ മോനെ, എല്ലാം നടക്കൂടാ. ഒരു പേഴ്സണൽ ലോൺ അങ്ങ് എടുക്കാം. കൈ കൊണ്ട് തോള വെച്ചപ്പോ ഞാൻ വിചാരിച്ചു തോളെ തട്ടി പോലെ മാലയും തരായിരിക്കുന്നു പണയം വെക്കാൻ. എല്ലാം നടക്കും മക്കളെ, നോക്കിക്കോ. എല്ലാം നടക്കും, കാശിന്റെ എല്ലാം നടക്കും. അല്ല റെന്റിന് എടുത്താലോ? തുണിയോ സ്വർണമോ മറ്റേ താലിമാലയൊക്കെ. എന്നിട്ട് പെണ്ണിനോട് പറയാം കള്ളന്മാരെ പിടിച്ച് നമുക്ക് ചെറിയ താലിമാല ഇട്ട് കൊടുക്കാം. അടി കിട്ടുമ്പോ ഓടിക്കോളാം, ഞാനില്ല ഇതിനൊന്നും. താലിമാലയും പിന്നെ കല്യാണ സാരിയൊക്കെ റെന്റിന് എടുക്കാവുന്ന. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, പെണ്ണിനെയും കൂടെ റെന്റിന് എടുക്കടാ. ഓരോരുത്തർ കണ്ടില്ലേ 10-20 കല്യാണം കഴിക്കുന്നത്, അതുപോലെ അങ്ങ് മാറാം. ചിരിക്കല്ലേ നീ? റെന്റിന് എടുക്കാവുന്ന സാരിയും ഡ്രസ്സും എന്തോ മാലയൊക്കെ ഇന്ന്. പിന്നെ ആണുങ്ങൾക്കൊക്കെ തുണി എടുത്തു കൊടുക്കണ്ടായോ? ആണുങ്ങൾക്ക് തുണി എടുത്ത് കൊടുക്കണ്ട, പിന്നെന്തുവാ എടുത്ത് കൊടുത്താൽ മതി. 5 പേർക്ക് ഒരു ഫുള്ള്. അപ്പം അതിനൊരു കുഴപ്പമില്ല. അല്ല അത് എന്ത് ലാഭം ഒന്ന് ചിന്തിച്ചു നോക്കി.
ഇപ്പം ഒരാൾക്ക് മിനിമം എമൗണ്ട് ഒരു സാരി 2500 രൂപ. 2 പേർക്ക് സാരി എടുത്ത് കൊടുക്കുമ്പോൾ 5000 രൂപയായി. പക്ഷെ 5 പേർക്ക് ഒരു കുപ്പി എടുത്ത് കൊടുക്കുമ്പോഴും ഒരു ഫുള്ളിനകത്ത് 1200 1300 ഒതുങ്ങിയത് അത് മതി. 5 പേർക്ക് നമ്മളൊരു കുപ്പി കൊടുക്കുമ്പോൾ അവർ അടിക്കും. അതിന്റെ സയൻസ് ഞാൻ പറഞ്ഞുതരാം. 5 പേർക്ക് നമ്മളൊരു കുപ്പി എടുത്ത് ആ 5 പേരും ആ കുപ്പി അടിച്ചു തീർക്കുമ്പോൾ അവർക്ക് അതുകൊണ്ട് ഒന്നും ആവത്തില്ല. പിന്നെ ബാക്കി വേണ്ടത് അവര് കണ്ടുപിടിച്ചോളും. നമ്മൾ കൊടുക്കണ്ട, നമ്മൾ സ്റ്റാർട്ട് ഇട്ട് കൊടുത്താൽ മതി. അതാണ് കുപ്പി കൊടുക്കുന്നതിന് ഐതിഹ്യം. ആ കുപ്പി ചെല്ലുമ്പോ ഒരു ഇളക്കം ചത്താ കുപ്പി, കുഞ്ഞ് ജനിച്ചാ കുപ്പി, 28 കുപ്പി. എന്താ ഇത് കുപ്പി ഉള്ളതുകൊണ്ടായി നാട് തന്നെ നീങ്ങുന്നത്. അല്ലെങ്കിൽ എന്തുവാ അതേസമയം ഒരു സാരി മേടിച്ചു കൊടുത്താൽ അത് എന്നും ഉടുത്തോണ്ട് എന്നിട്ട് നാട്ടുകാർ ഞാൻ കൊടുക്കുന്ന സാരി ഉടുത്ത് എന്റെ കല്യാണത്തിന് വന്ന് എന്റെ സദ്യ കഴിച്ചിട്ട് എന്നെ കുറ്റം പറയുന്ന ആളുകളാണ്. കള്ളു കുടിച്ചിട്ട് നിന്നെ തന്തയ്ക്ക് വിളിക്കത്തില്ല. കല്ല് കുടിച്ചത് തന്തയ്ക്ക് വിളിച്ചാൽ അത് ബോധമില്ലാതെ ഞാനും കരുതും. ഇതിന് കുഴപ്പമൊന്നുമില്ല. എത്ര സാരി ഇത് വേണ്ട ഒരു കല്യാണം. പിന്നെ പന്തലിടണ്ടായോ? നമ്മള് പന്തലിടുന്നില്ല. വണ്ടിക്ക് പൈസ കൊടുക്കണ്ട. നമ്മൾ ഉളുന്തി സ്കൂളിൽ ഓഡിറ്റോറിയം ഇങ്ങോട്ട് വരും. അപ്പൊ അവിടെ ഒരു ജസ്റ്റ് നമ്മുടെ അമ്മയുടെ പഴയ ചുമല സാരി വെള്ള സാരി ഒക്കെ കൊടുത്ത് കട്ടനൊക്കെ കെട്ടി നമ്മൾ അങ്ങ് കിട്ടും. പണ്ട് എന്റെ കല്യാണത്തിന് അങ്ങനെയായിരുന്നു. സാരിയൊക്കെ വലിച്ചു കിട്ടുമായിരുന്നു ഈ കാപ്പിക്കൊക്കെ. അതുപോലെ കിട്ടും. 4 ചീനിക്കമ്പ ഒരു ചൈനീസ് സിൽക്ക് സാരിയും കിട്ടും. കല്യാണ പന്തലെല്ലാം എഴുതി വെക്കും. അവിടെ ഇരുന്ന് കിട്ടും. വണ്ടി ഇവിടെ ഇപ്പൊ നന്ദുവിന്റെ വണ്ടി, എന്റെ വണ്ടി, സുധിയാണന്റെ വണ്ടി, സുധിയാണന്റെ ടെമ്പോ ട്രാവലർ ഉണ്ടല്ലോ, ഒരു ആപ്പയുടെ കുറെ ഒരു 20 പേര് കയറും. ഒരു കൊടിയും കൂടെ കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. നീയും നന്ദു അനിയനും ചേട്ടനും അനിയനും വരും, ഞാനും അച്ഛനും കൂടെ വേറെ വന്നോളാം. അല്ലെങ്കിൽ ഇവിടെ മന്ദിരത്തിൽ വെച്ച് കല്യാണം നടത്താല്ലേ, അതാകുമ്പോ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ശരി, അപ്പൊ അതും പൈസ ലാഭമുണ്ട്. പെണ്ണിന്റെ വീട്ടുകാരെ ഇങ്ങോട്ട് വിളിക്കാം. നല്ല ഐഡിയ മോനെ. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോവാം. അതാകുമ്പോ നമുക്ക് ചെലവില്ല. മനസ്സിലായോ? എങ്ങനെയുണ്ട് ഈ ബുദ്ധി? അവര് നോക്കിയോളൂ. ശരിയാ മോനെ, രാവിലെ ഉണത്തി എല്ലാം ചെയ്തോളൂ. നല്ല ഐഡിയ. ജീവിക്കാൻ പഠിച്ചു കേട്ടോ മോനെ. എന്തുവാ കല്യാണം ചെലവ്. ഇനിയുണ്ട് കാര്യം. ഇനിയുണ്ട് കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞോണ്ട് ഇരിക്കുവാണോ? എന്താ അതിന്റെ പിറ്റേന്ന് അടുക്കള കാണണ്ടായോ? ഈ അടുക്കള എന്താ കാണാൻ? ഈ അടുക്കള യൂട്യൂബുള്ള എല്ലാവർക്കും അറിയാം ഈ അടുക്കള എങ്ങനെ ഇരിക്കുന്നത്. ഈ അടുക്കള ഇനി എന്താ കാണാനാ? ഒരു സ്റ്റൗ, രണ്ട് ചീനി. ഇതെന്തു അമ്മേ? നീ ഇങ്ങോട്ട് പാടാ, നീ ഇത് പറയടാ. അടുക്കള കാണണ്ടായോ? അടുക്കള എന്താ കാണാൻ? എല്ലാവർക്കും അറിയാലോ അടുക്കള കാണാൻ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആള് വരുവാടാ. അവർക്ക് ഫുഡൊക്കെ അവരുടെ വീട്ടിൽ അടുക്കള ഇല്ലയോ? എന്റെ വീട്ടിൽ അടുക്കള. എന്നാ പിന്നെ അടുക്കള കാണണ്ട ഇനി മുതല്. അച്ഛനെയും അമ്മയും കാണാൻ വരുവാന്ന് പറഞ്ഞിട്ട് വരാൻ. നിങ്ങൾ കാണാൻ വരുന്നത് നിങ്ങൾക്ക് അങ്ങോട്ട് വണ്ടി എടുത്ത് പോയാൽ പോരായോ? അവരെന്താ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഒന്നുമില്ലയോ അടുക്കള കാണല്? അത് കഴിഞ്ഞ് അടുക്കള കണ്ടിട്ട് തിരിച്ചു പോകുമ്പോ പെണ്ണിന്റെ വീട്ടിൽ പോവോ നിങ്ങള്? അടുക്കള പെണ്ണിന്റെ വീട്ടിൽ പോകുമ്പോ അവിടെ ഉള്ളവർക്കെല്ലാം ഡ്രസ്സ് വേണം. കല്യാണത്തിന് പെണ്ണിന്റെ വീട്ടിൽ കൊടുക്കത്തില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് പെണ്ണിന്റെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിയോ ചേട്ടനോ അമ്മാവനോ എല്ലാം എടുത്തു കൊടുക്കണം. എന്തുവാ വിചാരിച്ചേ? അടുക്കള കാണല് വേണ്ടെന്ന് വെക്കാം. അപ്പൊ തിരിച്ച് അങ്ങോട്ട് പോകണ്ടല്ലോ. അയ്യോ വിളിക്കുന്നവര്. അടുക്കള കാണല് വേണ്ട. ഈ ലോകത്ത് നീ മാത്രമല്ല പെണ്ണ് കെട്ടാൻ പോകുന്നത്. ഇത് കെട്ടാൻ പോകുന്ന കാശ് മുടക്കാൻ പോകുന്ന എല്ലാ ആണുങ്ങളുടെ മനസ്സ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നിട്ട് എന്താ അവരാരും നടപ്പിലാക്കാത്ത? എന്താ ഞാൻ നടപ്പിലാക്കി കാണിക്കും. നീ നടപ്പിലാക്കി അവിടെ ഇരിക്കത്തേ ഉള്ളു ഒറ്റയ്ക്ക്. അടുക്കള കാണാൻ ഇങ്ങോട്ട് വിളിച്ച് ഊണ് കൊടുത്തിട്ട് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോ ഡ്രസ്സും കൂടെ കൊടുക്കാം. അല്ലടാ, ഇരിക്കുന്നു. ഒന്നും ചെയ്യണ്ട. എന്നാ പിന്നെ ഒരു കാര്യം ഒന്നും വേണ്ട, പെണ്ണിനെ ഇങ്ങ് വിളിച്ചോണ്ട് പോരെ. ഏറ്റവും പറ്റിയ ഐഡിയ. ഒരു ചെലവും ഇല്ല മോന്. കാപ്പി നടത്തരുത്. കാപ്പി നടത്തണം. അത് ഞങ്ങള് നടത്തും. ഞാൻ കൊടുത്ത പൈസ എനിക്ക് മേടിക്കാം. 50-50 അങ്ങ് പോയിട്ടുണ്ട്. കൊടുക്ക് വേണമെങ്കിൽ കൊണ്ട് 50-50 എന്തോ ചെലവ് ഇത്. ഇതില് നല്ലതാ. കെട്ടിക്കൊണ്ടിങ്ങി പോ. ഒന്നും വേണ്ട മോനെ. മോൻ ചെന്ന് വിളിച്ചോ ഇറക്കി ഇങ്ങ് കൊണ്ടുപോരാ. അമ്മ സ്വീകരിച്ചോളാം. പോവാന്നു തല കറങ്ങുന്നോ? നിന്റെ കറങ്ങും തല. ഇങ്ങനെ ഒഴിക്കുമ്പോ എല്ലാം മദ്യമായി മാറിയായിരുന്നെങ്കിൽ. എന്തോ പറഞ്ഞാലും മദ്യം. നീ ഇപ്പം വെള്ളം കുടിക്കുന്നു. വെള്ളം കുടിക്കാൻ കിടക്കുന്നു. കണക്കെല്ലാം കൂട്ടിയിട്ട് ഞാൻ പറയാം. എത്ര ലക്ഷം രൂപ വേണമെന്ന് കല്യാണത്തിന്. ഇപ്പോഴേ വെള്ളം കുടിക്കാൻ തുടങ്ങി കണക്ക് പറയുന്നതിന് മുമ്പേ. നിങ്ങൾക്ക് കെട്ടായിരുന്നൂടായിരുന്നു? നിങ്ങൾക്ക് കെട്ടിയില്ലായിരുന്നു ഞങ്ങൾ ഉണ്ടാവത്തില്ലല്ലോ. ഞങ്ങൾക്ക് ഈ ചെലവൊന്നും വരത്തില്ലല്ലോ. അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ലോകേ ഇല്ല.
എന്താ അതിന് മാത്രം ആലോചിക്കാനാ? ഒന്നും ആലോചിക്കാനില്ല. കല്യാണം നല്ല രീതിയിൽ നടത്തുക, അത്രേ ഉള്ളു. കെട്ടുന്നില്ല. ആ കെട്ടണ്ട. കിട്ടുന്നില്ല. ആ വേണ്ട. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഗേ ആന്ന് പറഞ്ഞാൽ മതി. ആ നീ അത് പറ. എല്ലാം കഴിഞ്ഞു. കൂവിൻ്റെ പുറകിന് പോവാ. പോന്നു തോണ്ട അടിച്ചു പോയെന്ന് തോന്നുന്നു കല്യാണത്തിൻ്റെ എല്ലാം കേട്ടിട്ട്. എന്താ കാണിക്കുവോ? എനിക്കൊന്നും അറിയത്തില്ല. തലയ്ക്കകത്തൊരു പെരുപ്പ്. തലയ്ക്ക് പെരുക്കും. ഇതൊക്കെ സ്വർണ്ണമാണോ? ഓ വരവ് കിട്ടണ നടക്കുക നാട്ടുകാരെ പറ്റിക്കാൻ. മാവേലിക്കര വരവിന്റെ ഒരു 5 പവൻ മേടിച്ചാൽ കിട്ടിയാലോ? അടി കിട്ടരുതും. 5 പവൻ എന്താ? 1 പവൻ മതി, 1/2 പവൻ മതി താലിമാല. കാപ്പിയുടെ അന്ന് മട്ടൻ മന്തി, പിന്നെ ബീഫ് മന്തി, പിന്നെ അൽഫാം, പിന്നെ ഷവായി എല്ലാം വേണം. അല്ലല്ല അവിടെ കല്യാണത്തിന് ആൾക്കാരൊക്കെ ഓടി നടക്കുമായിരുന്നു. കറി എടുക്കുന്നു, ചിക്കൻ എടുക്കുന്നു. അതൊന്നും വേണ്ട. നമുക്ക് ബൊഫേ മാത്രം മതി. ആൾക്കാർ ഒരിടത്ത് ഇരുന്ന് മര്യാദയ്ക്ക് എടുത്തിട്ട് കഴിച്ചോളും. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് കാപ്പിക്ക് ആളുകൾ വരുമ്പോഴേ 1 ഗ്ലാസ് നാരങ്ങ വെള്ളം കൊടുക്കാം. എന്നിട്ട് വയറങ്ങ് നിറയും. വയറങ്ങ് നിറഞ്ഞു കഴിയുമ്പോൾ 2 പൊറോട്ട കൊടുക്കാം. അപ്പൊ പൊറോട്ടയുടെ ഗുണം എന്താന്ന് വെച്ചാൽ പൊറോട്ട കഴിയുമ്പോൾ വയറങ്ങ് നിറയും. പിന്നെ വിശക്കുമ്പോൾ കുതിർക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൊടുത്താൽ മതി. സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പണ്ടത്തെ പോലെ അലുവയും മിച്ചറും അടിപൊളി. എടാ അതിന്റെ രുചിയൊക്കെ ഒന്ന് വേറെയാണ്. നമുക്ക് തിരിച്ചു വരാം. പഴയ കാല ഓർമ്മകൾ. എന്താ പറയുക, നമ്മെ അതിന് സമ്മതമാണ്. എനിക്കും ഓക്കെയാ. മിച്ചറും അലുവയും റോബസ്റ്റാ പഴവും, അവല് വിളയിച്ചത്, ബിസ്ക്കറ്റ് അത് മതി. സൂപ്പർ. പാർലേജ് ബിസ്ക്കറ്റ് പൊളിയായിരിക്കും. പാർലേജ് നിർത്താൻ പോകുന്നു പറയുന്നു. അപ്പൊ എന്തോ ചെയ്യും? ഫുഡേ പിടിക്കാം. അത് മതി. നമ്മുടെ പ്ലാസ്റ്റിക് പാത്രത്തിനകത്ത് മിച്ചർ, അലുവ, ഒരു റോബസ്റ്റാ പഴം, വേണം ഒരു വടയും കൂടെ വെക്കാം. ഇത്രയും ഒരു ചായ, ഇത്രയും മതി. എനിക്ക് സമ്മതമാ. എന്തോ രുചിയാ മോനെ. അമ്മയ്ക്ക് ഓതി വരുന്നു മോനെ. അവലിരിപ്പുണ്ടോ? മിച്ചർ വെച്ചു തരാം. വിളയിച്ചു തരാവോ? അവലിരിപ്പുണ്ടോ? വിളയിക്ക്. ഞാൻ മിച്ചർ മേടിച്ചു തരാം. റോബസ്റ്റാ പഴം. അപ്പൊ കല്യാണത്തിന് ഇതാണല്ലോ. കല്യാണത്തിന് നമുക്ക് ഓക്കെ മോനെ, നല്ല മോനെ, സമ്മതിച്ച്. വേണ്ട ഇങ്ങോട്ട് നോക്കിക്കേ ഉണ്ണിയേ. എന്തോ പറഞ്ഞാലും ചെറുക്കൻ്റെ അമ്മയാ ഞാൻ. എനിക്കൊരു 10,000 രൂപയുടെ സാരി. ചെറുക്കൻ്റെ അമ്മ കല്യാണം വീട്ടിൽ ഇങ്ങനെ വേണ്ട, ഒരു 10,000 രൂപയുടെ സാരി എനിക്ക്. ചെറുക്കൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞ കേട്ടല്ലോ. ഇവിടെ അന്നേരം കിടന്ന് പിന്നെ കണാവുണാന്നൊന്നും പറഞ്ഞേക്കരുത്. ഞാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അച്ഛനും മക്കളും എല്ലാം കൂടെ ഒരു സൈഡാവും സമയമാകുമ്പോ. എനിക്ക് വേണം. എന്ത്? എനിക്ക് 10,000 രൂപയുടെ സാരി, മുല്ലപ്പൂവ, ബ്യൂട്ടീഷ്യൻ. 70,000 രൂപ അല്ല. അത്രയൊന്നും ആഡംബരം ഒന്നും വേണ്ട. അത് ചെയ്തിട്ടും കാര്യമില്ല, വെറുതെ ആവും. അത് സാരമില്ല. ഈ ഉള്ള സൗന്ദര്യം വെച്ചല്ലേ നിന്റെ അച്ഛൻ കെട്ടിയ തന്നെ. അത് മതി. എന്തായാലും എന്റെ വയറ്റിൽ നിന്ന് വന്നതല്ലേ നിങ്ങൾ. അച്ഛനെ 93 ഫോട്ടോഷോപ്പ് ചെയ്ത ഫോട്ടോ വെച്ച് പറ്റിച്ചാന്ന് അച്ഛൻ പറയുന്നത്. പിന്നെ ഞങ്ങളെ പറ്റിച്ചത് അച്ഛനൊക്കെ. അച്ഛനെ ഫോട്ടോഷോപ്പ് ചെയ്ത ഫോട്ടോ വെച്ച് പറ്റിച്ച തള്ളേ. ഞാനോ? ഞങ്ങളോ? നിങ്ങള് പറഞ്ഞേക്കാം. ഇവിടെ 10 കുടുംബത്തിൽ ഒരു എഡിറ്റർ ഉണ്ടായിരുന്നു. അന്നത്തെ ഫോട്ടോഷോപ്പ് ആയിരുന്നു. പിന്നെ മുഖത്തെ വെട്ടോ എന്തൊക്കെ കൂട്ടി ഇവരെ അങ്ങ് വെളുപ്പിച്ച് ഇവരെ അങ്ങ് എന്തൊക്കെയാ. എന്തായാലും എന്റെ മക്കളല്ലേ നിങ്ങൾ രണ്ടുപേരും. ആണല്ലോ, അത് മതി. ഇനി ആരും കാണണ്ട. ചെറുക്കന്റെ തള്ളക്കെന്താ ഇത് മാറിയൊന്നും പോണ്ടേ. എനിക്കുള്ള കാര്യം ഞാൻ അതുപോലെ തന്നെ 2 വളയും മേടിച്ചു തരണം. അരപ്പവന്റെ 2 റോൾഡ് ഗോൾഡ് മേടിച്ചു തരാം. പറഞ്ഞ കേട്ടല്ലോ. ഉള്ള കാര്യമാ പറഞ്ഞത്. എനിക്ക് മേടിച്ചതാണ്. ഇത് ഇത്ര. അച്ഛന് അതുപോലെ തന്നെ ഒരു മാല മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്, ഒരു ചെയിന് മോൻ്റെ കല്യാണത്തിന് കയ്യിലൊക്കെ ഒരു ചെയിൻ വേണമെന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെറുക്കൻ്റെ മാലയും എന്തോന്നാ എന്നോട് പറയുന്ന കേട്ടു. വെറ്റയോ? അതും പെണ്ണിന്റെ അമ്മയല്ലയോ വെറ്റ. ഇതുള്ള കാര്യമോ പറയുന്നത്? അച്ഛനൊരു ചെയിനും വേണമെന്ന് മോനെ. അരിഞ്ഞാണമാണോ അച്ഛന്? അതാ പണ്ടേ ഇല്ല. അതെങ്ങനാ ഉള്ള അരിഞ്ഞാണം വരെ നിങ്ങൾ തൂക്കി വിറ്റ് കാണും. പിന്നെ അങ്ങനെ ഭാഗത്തിന്റെ അരിഞ്ഞാണം കാണുന്നത് സൂപ്പറായിരുന്നില്ലേ? ഇനി അതുകൂടെ പറയടാ. അരിഞ്ഞാണം ഞാൻ തൂക്കി വിറ്റത് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ അരിഞ്ഞാണത്തെ കയറി പിടിച്ചേക്കുക. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹത്തിലാ എല്ലാം നല്ല ഭംഗിയാക്കി നടക്കണം. അത്രേ ഉള്ളു. അപ്പൊ മേടിച്ചു തരണേ വളയും മാലയൊക്കെ. കല്യാണം കഴിക്കുന്നില്ലേ? പാദസരം. എന്തുവാ സാരി. അച്ഛനൊരു ചെയിനും മാലയും വേണം. ചെന്ന് ചോദിച്ചില്ല. അല്ലെ അച്ഛനെ വിളിച്ച് പോയില്ല. ഇന്നലെ എന്നോട് പറഞ്ഞു എന്റെ കയ്യിൽ ഒരു ചെയിൻ ഇടാൻ മേടിച്ചു തരണേ. അണ്ണാ ഇനിയും വല്ല ആഗ്രഹങ്ങളുണ്ടോ? ഒന്നുമില്ല. അച്ഛന്റെ കാര്യമേ ഞാൻ വന്ന്
കല്യാണം എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ആ. എനിക്കൊരു ചെയിനും ഒരു മാലയും വേണം. എൻ്റെ ഒരു ആഗ്രഹം. എനിക്കത് കേട്ടാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലയോ, കൈയൊക്കെ പിടിച്ച് വലിയ നമ്മൾ കൊടുക്കുമ്പോൾ ചെയിനൊക്കെ ഇട്ട നാട്ടി ഇങ്ങനെയൊക്കെ. അത് തന്നെ. അച്ഛന്റെ ഇത് കൊണ്ട് വിറ്റിട്ട് അച്ഛൻ്റെ ചെയിൻ മേടിച്ചാൽ അത് വല്ലതും വിൽക്കാൻ ചെല്ലെങ്കിൽ പോലീസ് പിടിച്ചോണ്ട് പോകും. ഇത് അവരുടെ ത്രാശെ പോലും തൂക്കം അറിയാൻ പറ്റില്ല. അത്രയ്ക്കുള്ളത്. ഭാര്യയും ഭർത്താവും കൂടെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങി. എന്തുവാടാ ഞങ്ങള് പറ്റിക്കുന്ന നിന്നെ? ഇത് ഇതെന്തു അതൊക്കെ വരവാ, കാണുമ്പോ അറിയാൻ വയ്യായോ? അത് എന്തായാലും അറിയാം ഇതെല്ലാം മരവാണ്. ചെയിൻ മാത്രം മതി, അരിഞ്ഞാണം വേണം. അരിഞ്ഞാണൊന്നും വേണ്ട. അരിഞ്ഞാണം ഞങ്ങൾക്ക് പണ്ടേ ഇല്ല. അരിഞ്ഞാണം ഇടിയിപ്പിക്കാൻ നടക്കുന്നു. എന്തായാലും എല്ലാം ഭംഗിയായിട്ട് വരട്ടെ. ശരി. അമ്മയ്ക്ക് പിന്നെ കണ്ണാ വല്ലതും വേണേ പറഞ്ഞോണം. മേടിച്ചു വന്നില്ലല്ലോ, ബഹളം ഉണ്ടാക്കും. പൈപ്പ് ലൈനിലിടാം. ഫുള്ളും ടാപ്പ് എവിടാണേലും കൊടുത്തിട്ട് ടാപ്പ് കൊടുത്താൽ മതി. ഏതെല്ലാം 3x വേണമെങ്കിലും ഏത് ലോക്കൽ വേണമെങ്കിലും എല്ലാം. എവിടെ ഏത് നല്ല കാര്യത്തിനും കള്ള് വേണം. കള്ള് വിട്, കള്ളിന്റെ കാര്യം. ആ ടാങ്ക് വെറുതെ ഇരിപ്പുണ്ട് നന്ദു കണ്ണ, ടാങ്ക് വെറുതെ ഇരിപ്പുണ്ട്. മേളിൽ ടാങ്ക് ഉണ്ട്, വലിയ വാട്ടർ ടാങ്ക്. അതിനകത്ത് നമുക്ക് സാധനം ഏതെല്ലാം മിക്സ് ചെയ്യാം. എന്നിട്ട് താഴോട്ട് പൈപ്പ് ലൈൻ എടുക്കുക, എടുത്തിട്ട് ഓരോ കണക്ഷൻ, ഓരോ ടാപ്പ്, ഓരോ സൈസ്. അതൊക്കെ എനിക്കറിയാം. ഏത് സൈസ് വേണം. ഞങ്ങൾ അങ്ങനൊന്നും എപ്പോഴും എന്നെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യാതെ. നിങ്ങളുടെ കാരണം ഞാനെല്ലാം വലിയ വെള്ളോടിക്കാരനാണ്. മൊത്തം പോയത്. പിന്നെ അവർക്കൊക്കെ അറിയാം വീഡിയോ എടുക്കാൻ വേണ്ടി. ഏത് സമയം അച്ഛനെ വെള്ളം ഒടിപ്പിക്കുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായം. പ്രാവശ്യം കല്യാണം പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം. എഴയാനൊന്നും അല്ല, നല്ല എപ്പോഴും നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കും. എല്ലാ കാര്യവും മംഗളമായിട്ട് നിൽക്കും. അപ്പിയുടെ മോടെ കല്യാണത്തിന്, സ്നേഹമോടെ കല്യാണത്തിന് ഡൈനിങ് ടേബിളിന്റെ അടിയിൽ പിടിച്ചത്. പിന്നെ ഡൈനിങ് ടേബിളിന്റെ അടിയിൽ നിന്ന് പിടിച്ചു പറഞ്ഞു കേട്ടല്ലോ. അപ്പൊ അച്ഛന്റെ ഒരു ആഗ്രഹം അങ്ങ് നടത്തിയേ. എന്തുവാ പൈപ്പ് ടാങ്കിനകത്ത് കള്ളോ? അതല്ല, ചെയിനും. ഞാൻ പറ്റി ടാങ്കിനകത്ത് കള്ള്. അവസാനം മറ്റേ ലക്ഷ്യം എടുക്കാൻ നോക്കുമ്പോ ടാങ്കിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ വരും മിക്കവാറും. മത്തിയൊക്കെ കടിച്ചെടുത്തോണ്ടിരിക്കുന്ന. എന്തായാലും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ, അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, എല്ലാവിധ മംഗളാശംസകളും. കണ്ട, അതിന് നിനക്ക് പൈസ വേണ്ടായോടാ? അതൊരു കേരളത്തിലെ ആദ്യത്തെ സംഭവമായിരിക്കും. പോലീസുകാർ ജീപ്പുമായിട്ട് വന്നേ കൊണ്ടുപോകുന്ന അറിയായിരുന്നു പോലീസ്. ഇല്ല സമ്മതിച്ച്. കൊള്ളാം. അപ്പം ബൈ.